നമ്മളിന്ന് പോകുന്നത് പൂത്തുണ്ടി ഡാമിലേക്കാണ്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന വഴിയിലാണ് ഈ ഡാം ഉള്ളത്. നെല്ലിയാമ്പതിക്ക് ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ നെല്ലിയാമ്പതിക്ക് കയറുന്ന ഒരു ചെക്ക് പോസ്റ്റ് എത്തും. പക്ഷേ നെല്ലിയാമ്പതിക്ക് കയറുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 7 മണി തൊട്ടിട്ട് 3 മണിക്കുള്ളിൽ എൻട്രി എടുക്കണം. എന്നിട്ട് 5 മണിക്കുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെയാണ് അവിടുത്തെ റൂൾസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡാമിൻ്റെ പുറത്ത് തന്നെ ഒട്ടക സവാരി അതുപോലെ തന്നെ കുതിര സവാരി നമുക്ക് അവൈലബിളാണ്. അതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് 20 വരെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അഡ്വഞ്ചർ പാർക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ആർച്ചറി ഉണ്ട്, പിന്നെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ഫ്രീ ഫോള് മിനി പഞ്ച് ജമ്പിങ് എന്ന് തന്നെ പറയാം, അതുണ്ട്. ATV റൈഡും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആക്ടിവിറ്റീസ് മെയിനായിട്ട് അവിടെ വരുന്നത്. അതിൽ സ്കൈ സൈക്ലിംഗ് ആണ് എനിക്ക് ഇത്തിരി കൂടി ബെറ്ററായിട്ട് തോന്നിയ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന് 200 രൂപയാണ് വരുന്നത്. പിന്നെ സിപ്പ് ലൈന് 100 രൂപയും ഫ്രീ ഫോളിന് 200 രൂപയും. കറൻ്റ്ലി ഇപ്പോൾ ATV റൈഡ് അവൈലബിൾ അല്ല, വണ്ടി കംപ്ലൈൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ സൺഡേ പോവുകയാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരിക്കും. അപ്പോൾ സൺഡേ ഒഴിച്ചിട്ടുള്ള ബാക്കി ദിവസം പോയി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വരാവുന്നതാണ്. ഒരു നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പൂത്തുണ്ടി ഡാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ഗൈസ്.